പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വചനമിത്രമെന്ന ഈ ആത്മീയ ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയരെ, 2023 എന്ന വർഷം നമ്മെ വിട്ട് മാറിപ്പോയി. 2024 എന്ന അനുഗ്രഹിക്കപ്പെട്ട വർഷം ഈ ഫെബ്രുവരി മാസം 25-ാം തീയതി ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും വചനമിത്രമെന്ന ഈ ചാനലിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വിശുദ്ധ വേദപുസ്തകം അപ്പോസ്തലപ്രവൃത്തി അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈ നീട്ടി യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെയും അവൻ വാൾ കൊണ്ടുവന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമെന്ന് കണ്ട് അവൻ പത്രോസിനെ പിടിച്ച്, അപ്പോൾ പിടിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആയിരുന്നു. 5-ാം വാക്യം, ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, സഭയിൽ ചിലരെ പീഡിപ്പിക്കുന്ന അതേ സ്തോത്രം ഒരു വല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. ഹെരോദ രാജാവ് പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, നിലവിളിക്കുന്ന, കരയുന്ന തൻ്റെ ജനത്തെ സ്തോത്രം പീഡിപ്പിക്കുന്ന ഒരു കാലയളവ്. എന്നാൽ ഈ കാലഘട്ടത്തിനടുവിൽ പ്രാർത്ഥിക്കുന്ന സ്തോത്രം 2 പ്രിയപ്പെട്ടവരെ ഇവർ പിടിച്ച കൂട്ടത്തിൽ അത് അകപ്പെടുവാനിടയാത്തു. 1 യോഹന്നാന്റെ സഹോദരനായ യാക്കോബും, 2 പത്രോസിന്റെ ജീവിതവും. 2 പ്രിയപ്പെട്ടവരെ സ്തോത്രം അവർ കാരാഗൃഹത്തിനകത്ത് അവർ അടയ്ക്കപ്പെട്ടു. എന്നാൽ യോഹന്നാന്റെ സഹോദരനായിരിക്കുന്ന യാക്കോബ് സ്തോത്രം മരണപ്പെടുമ്പോൾ ഇതാ പത്രോസിനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ഹെരോദ രാജാവിന്റെ സൈന്യങ്ങൾ, അധികാരികൾ ഒരുങ്ങിയിരിക്കുന്ന വേളയിൽ ഇതാ പത്രോസ് അവൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് അവ കാരാഗൃഹത്തിൽ ഉറങ്ങിയായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ട 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഇങ്ങനെ പത്രോസിനെ സൂക്ഷിച്ചു വരുമ്പോൾ സഭ അവന് വേണ്ടി ശ്രദ്ധയോടെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. പ്രിയരെ, പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ ശക്തിയുണ്ട്. ഏത് തടസ്സങ്ങളെയും മാറ്റാൻ പ്രാർത്ഥന കഴിയും. പത്രോസിന്റെ ബന്ധനങ്ങൾ അഴിച്ച പ്രാർത്ഥന, പത്രോസിന്റെ കാലിനെ ആമത്തിലിട്ട് പൂട്ടിയപ്പോഴും പ്രാർത്ഥനയുടെ ശക്തിയാൽ ആമത്തിൽ കിടന്നവന്റെ കാലുകൾ സ്വതന്ത്രമാകുവാൻ ഇടയാത്തുന്നു. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന നിങ്ങളെന്നൊക്കെ ഞാൻ വിളിച്ചു പറയട്ടെ, പ്രാർത്ഥന നമ്മുടെ തകർച്ചയെ കാണിക്കുകയല്ല, പ്രാർത്ഥന നമ്മുടെ വിജയത്തെ കാണിക്കുകയാണ്. ഒത്തിരി പ്രിയപ്പെട്ടവരുടെ വിജയങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി, ഒത്തിരി പ്രിയപ്പെട്ടവരുടെ തകർച്ചകളെക്കുറിച്ചും വേദപുസ്തകം രേഖപ്പെടുത്തി. എന്നാൽ തകർന്നവർ തകർന്നിരിക്കുകയല്ല, തകർന്നവർക്ക് ഒരു വലിയ ജയത്തിലേക്ക്, ഒരു വലിയ അടയാളത്തിലേക്ക്, ഒരു വലിയ വിജയത്തിലേക്ക് അവരെ കൊണ്ടുവന്നത് പ്രാർത്ഥനയാണ്. ഒത്തിരി പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹന്ന പ്രാർത്ഥിച്ചു, പൗലോസ് പ്രാർത്ഥിച്ചു, മോശ പ്രാർത്ഥിച്ചു, ഒത്തിരി ഭക്തന്മാർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 12-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ഹെരോദ രാജാവിനാൽ പിടിക്കപ്പെട്ട് സ്തോത്രം ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന പത്രോസിന് വേണ്ടി ഒരു സഭയുടെ പ്രാർത്ഥന ചെറിയ പ്രാർത്ഥനയല്ല, അവർ ശ്രദ്ധയോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇന്നും ഈ സമയം ദൈവത്തിനെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെന്നൊക്കെ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഏതെങ്കിലും വിഷയത്തിനകത്ത് നീ തകർന്നു കിടക്കുകയാണെങ്കിൽ, ജയം പ്രാപിക്കുവാൻ കഴിയിരിക്കുന്ന വ്യക്തിത്വമാണെങ്കിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, പ്രാർത്ഥനയുടെ ശക്തി നിന്റെ ബന്ധനങ്ങളെ അഴിക്കുക തന്നെ ചെയ്യും. പ്രാർത്ഥനയുടെ ശക്തി സ്തോത്രം നിന്റെ കഷ്ടതകളെ മാറ്റും. പ്രാർത്ഥനയുടെ ശക്തി നിന്റെ അവസ്ഥകൾക്കൊരു വ്യത്യാസം ഉണ്ടാകുവാനിടയായി തരും. നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ ആരാധിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ, ഞങ്ങൾ സ്തോത്രം ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ പ്രാർത്ഥന നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഏത് ദുഃഖം വന്നാലും, ഏത് പരാജയം വന്നാലും, പത്രോസിന്റെ ജീവിതത്തിന്റെ ചരിത്രങ്ങളെ മാറ്റിമറിച്ചത് പ്രാർത്ഥനയാണെങ്കിൽ, പ്രാർത്ഥനയുടെ ശക്തി നിങ്ങളുടെ ലൈഫിനെ മാറ്റാൻ വേണ്ടി പോവുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ചെയ്ത് നിങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ നല്ല പിതാവേ, ഈ സന്ദേശം കേൾക്കുന്ന അവിടുത്തെ ജനത്തെ അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ അകത്ത് വിജയം പ്രാപിക്കുവാൻ കഴിയാതെ നിരാശപ്പെട്ടിരിക്കുന്ന ഒട്ടനവധി പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. മരണം മാത്രം മതി, തകർച്ചയ്ക്കകത്ത് വിജയം പ്രാപിക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന അങ്ങയുടെ ജനത്തെ അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ ഒന്നുകൂടെ ഭരമേൽപ്പിക്കുകയാണ്. ഏത് ആവശ്യങ്ങളിലും പ്രാർത്ഥന ഒരു വിജയമാണല്ലോ, ഏത് തടസ്സങ്ങളെയും വിജയത്തിലെത്തിക്കുന്ന പ്രാർത്ഥനയാണല്ലോ. കർത്താവേ, ജീവിതം തകർത്തരിപ്പണമായി നിരാശപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ ജനം അവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മാനസികപരമായി, സാമ്പത്തികപരമായി,
മാനസികമായി ശാരീരികമായി ജീവിതത്തിനകത്ത് സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ കഴിയാതിരിക്കുന്ന ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടെ വിഷയത്തിനകത്ത് ദൈവം പ്രവർത്തിച്ചാട്ടെ. കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത ആ നല്ല കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ ജനത്തെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പ്രാർത്ഥനയെല്ലാം കിടനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിജയമുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ആ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടട്ടെ. പ്രാർത്ഥന ഒരു തീയായി വെളിപ്പെടട്ടെ. പ്രാർത്ഥന ഒരു കാറ്റായി വെളിപ്പെടട്ടെ. ആ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. ഈ വചനങ്ങളാ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങൾ അറിയിക്കുകയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഗോഡ് ബ്ലസ് യു. മാറാനാഥ.